ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ടെമ്പാരൻ വെർബിനെ കുറിച്ചാണ്. അതായത് A1 ലെവലിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമർ പോർഷനാണ് ടെമ്പാരൻ വെർബ് എന്ന് പറയുന്നത്. വെർബ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ടെമ്പാരൻ വെർബും അതുപോലെ തന്നെ ടെമ്പാരൻ വെർബ്, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതും. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വെർബിനെ കുറിച്ചാണ്, ടെമ്പാരൻ വെർബിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് ടിപ്പുകൾ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടെമ്പാരൻ വെർബ് യൂസ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അൺകോമൺ എന്നുള്ളൊരു വെർബ് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. അൺകോമൺ എന്ന് പറഞ്ഞാൽ ടു അറൈവ് എന്നാണ് മീനിങ് വരുന്നത്. അതായത് കൊമ്മൻ എന്നുള്ള വെർബ് നമുക്കറിയാം, കൊമ്മൻ ടു കം എന്നല്ലേ. പക്ഷേ ഇവിടെ ഈ കൊമ്മൻ എന്നുള്ള വെർബിനെ നമ്മൾ സഫിക്സ് ആയിട്ടെടുക്കും. അതുപോലെ എന്നുള്ള വെർബിനെ വേർഡിനെ നമ്മൾ പ്രിഫിക്സ് എന്ന രീതിയിൽ എടുക്കും. അപ്പോൾ ഇവിടെ പ്രിഫിക്സ് അന്നും സഫിക്സ് കൊമ്മൻ എന്നാണ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം, സഫിക്സ് നമ്മൾ സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്തെഴുതും. സബ്ജക്റ്റിനെ നോക്കി സഫിക്സ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതും. അതായത് സഫിക്സ് എന്ന് പറഞ്ഞാൽ ആ വെർബാണ്, വെർബിനെ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ എഴുതും. രണ്ടാമത്തെ കാര്യമാണ് പ്രിഫിക്സ്. പ്രിഫിക്സ് എപ്പോഴും നമ്മൾ സെൻറ്റൻസിൻ്റെ മണ്ടയിലാണ് എഴുതുന്നത്. അതായത് അവസാനം കൊണ്ടുപോയി നമ്മൾ ആ പ്രിഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് കൊമ്മെ നോയ് നോവർ അൻ. കണ്ടോ, അപ്പോൾ അവിടെ പ്രിഫിക്സിനെ നമ്മൾ അൺകൊമ്മൺ എന്നുള്ള വെർബിനെ നമ്മൾ എന്നുള്ള പ്രിഫിക്സിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആമൻ്റെ കൊണ്ടുപോയിട്ടു. ഓക്കെ, പ്രിഫിക്സ് ഇട്ടു. ഇനി സഫിക്സ് എന്ന് പറഞ്ഞാൽ കൊമ്മൻ എന്നുള്ള വെർബാണ്. അതിനെ നമ്മൾ സബ്ജക്റ്റ് ഇഷ് എന്നുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കി കോൺജുഗേറ്റ് ചെയ്ത് എഴുതുമ്പം കൊമ്മ എന്ന് എഴുതി. അപ്പം ആ സെൻറ്റൻസ് ഇഷ് കൊമ്മെ നോയ് നുവർ അൻ എന്നായി. അതായത് ഞാൻ 9 മണിക്ക് വരും, എത്തും, അറൈവ് ചെയ്യും എന്നാണ്. അപ്പം അടുത്ത എക്സാമ്പിൾ, ദ സൂപ്പ് സോൾ നോയ് നുവർ അൺകൊമ്മൻ. ഇവിടെ പക്ഷെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ എന്താണ്, ഇവിടെ സോൾ എന്നുള്ള മോഡൽ വെർബ് വന്നിരിക്കുന്നത് കൊണ്ട് ആമൻ്റെയിൽ നമ്മുടെ ടെമ്പാരൻ വെർബ് ഫുൾ ഫോമിൽ, അതായത് ഫുൾ വെർബോട് തന്നെ ആമൻ്റെയിൽ പോയി ആഡാവും. ഓക്കെ, അതായത് മൊഡാൽ വെർബ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമൻ്റെയിൽ ഫുൾ വെർബ് വരണം. അതുകൊണ്ട് ആ ടെമ്പാരൻ വെർബ് ഫുൾ വെർബായിട്ട് തന്നെ അൺകൊമ്മൺ എന്നായിട്ട് തന്നെ ആമൻ്റെയിൽ പോയി ആടാം. അപ്പോൾ ആദ്യം തന്നെ ഈ 3 കാര്യങ്ങളും മസ്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പാരൻ വെർബ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ്, ടെമ്പാരൻ വെർബ് സെൻറ്റൻസിൽ മൊഡാൽ വെർബ് വരുന്നുണ്ടെങ്കിൽ ടെമ്പാരൻ വെർബ് ആമൻ്റെയിൽ ഫുൾ വെർബായിട്ട് തന്നെ പോകും. അതുപോലെ സഫിക്സ് നമ്മൾ എന്താണ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്ത് എഴുതും. പ്രിഫിക്സ് നമ്മൾ സെൻറ്റൻസിൻ്റെ ആമൻ്റെയിലിടും. അടുത്ത വാക്ക് നോക്കാം, അപ്സാഗൻ എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ എന്നാണ് മീനിങ് വരുന്നത്. ഇവിടുത്തെ സഫിക്സ് ആണ് സാഗൻ എന്നുള്ള വെർബ്, പ്രിഫിക്സ് ആണ് അബ്. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഇഷ് സാഗെ പ്രൂഫും അപ്പ്. ഞാൻ പ്രൂഫും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മൊഡാൽ വെർബ് വരുമായിരുന്നു, എങ്ങനെയാകും, ഇഷ് ക്യാൻ പ്രൂഫും അപ്പ് സാഗൻ. മൊഡാൽ വെർബ് വരുമ്പോഴത്തേനും ആമൻ്റെയിൽ ഫുൾ വെർബിൽ നമ്മുടെ ടെമ്പാരൻ വെർബ് പോകും. ഓക്കെ, അടുത്ത വേർഡാണ് ഔസ്റ്റേഹൻ. ഔസ്റ്റേഹൻ എന്ന് പറഞ്ഞാൽ ടു വേക്കപ്പ്, എഴുന്നേൽക്കുക. ഇഷ്ടേഹെ സീബൻ ഉവർ ഔഫ്. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ സഫിക്സിനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതി, ആമൻ്റെയിൽ നമ്മുടെ പ്രിഫിക്സും പോയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് സിമ്പിളായിട്ട് ടെമ്പാരൻ വെർബ് അല്ലെങ്കിൽ ടെമ്പാരൻ സെൻറ്റൻസ് റെഡിയാക്കാൻ പറ്റും. അടുത്ത ഒരു എക്സാമ്പിളോട് നോക്കാം. ഔഫ് മാഹൻ എന്ന് പറഞ്ഞാൽ ടു ഓപ്പൺ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബുകളാണ് ഈ എക്സാമ്പിൾസ് പറയുന്നത്. ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് ചോദിക്കുന്നത്. ഇതൊരു യാവോർ നയൻ ഫ്രാഗയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, വെർബായിരിക്കും ആദ്യമേ യൂസ് ചെയ്യുന്നത്. വെർബ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പം ക്യാൻസ് ടു പിറ്റി തിക്യൂർ ഔഫ് മാഹൻ, ആ ഡോർ ഒന്ന് തുറക്കാവോ. അപ്പം യാ ഇഷ് മാഹെ തിക്യൂർ ഔഫ്
ആൻസർ പറയുമ്പോൾ നമ്മളെന്താണ് ടെമ്പറൽ വെർബാണ് അവിടെ ആ ചോദ്യത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആൻസർ പറയുമ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് പറയും. അതായത് മാഹൻ എന്നുള്ള വെർബിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ മാഹ എന്ന് സബ്ജക്റ്റിനെ നോക്കി കോൺജുഗേറ്റ് ചെയ്തിട്ട് ആമൻ്റെയിൽ ഔഫ് പോകും. അടുത്ത എക്സാമ്പിളാണ് അൻസേഹൻ, ടു വാച്ച് അല്ലെങ്കിൽ ടു ഇൻസ്പെക്ട് എന്നാണ് മീനിങ് വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ദർ ഫാദർ സീറ്റ് ഹോയ്റ്റെ ആബന്ദ് ഐനം ഫിലിം അൻ. അപ്പം അൻസേഹൻ എന്നുള്ളത് സീറ്റെന്ന് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡും വന്നു, ആമൻ്റെയിൽ അന്നെന്നും വന്നു. അപ്പോൾ അടുത്തത് കുറച്ച് പ്രിഫിക്സുകളാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ട്രംബാരൻ വെർബ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ട്രംബാരൻ വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പ്രിഫിക്സുകൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ട്രംബാരൻ വെർബാണ്, ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വെർബുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പ്രിഫിക്സുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പ്, അൻ, ഔസ്, ഔഫ്, ഐൻ, ഹൈൻ, ഹെർ, ഹെറൗസ്, ഹിൻ, ഹിനൗസ്, ലോസ്, മിറ്റ്, നാ, ഫോർ ബൈ, വേഗ്, സു, സുറുക്. അപ്പം ഇതാണ് പ്രിഫിക്സുകൾ വരുന്നത്. അപ്പം ഇതൊക്കെ ഫസ്റ്റ് വരുവാണെങ്കിൽ അപ്പോൾ അതൊക്കെയായിരിക്കും ട്രംബാരൻ വെർബ്. അപ്പം ഇതൊക്കെ വെച്ച് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ട്രംബാരൻ വെർബുകൾ. ഓക്കെ, അപ്പോൾ കുറച്ച് വെർബുകളും ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പ് ഹോളൻ, ടു പിക്കപ്പ്, അൺനെയ്മൻ, ടു അക്സെപ്റ്റ്, മിറ്റ് ഗെയൻ, ടു ഗോ വിത്ത്, അപ്പ് ഷ്രൈബൻ, ടു കോപ്പി അല്ലെ ടു റൈറ്റ് ഓഫ്. ഓക്കെ, അപ്പം ഇത്രയും വെർബുകളാണ്. കൂടുതൽ വെർബുകളുണ്ട്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും കൂടുതൽ വെർബുകളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചൂസ്.